മലയാളിയെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. സാധാരണ നമ്മൾ വടക്കേ ഇന്ത്യയിൽ ആൾക്കൂട്ട കൊലപാതകത്തെക്കുറിച്ച് കേട്ടിട്ടേയുള്ളൂ. എന്നാൽ ആദ്യമായി ഒരു മലയാളി ഈ ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായിരിക്കുകയാണ്. സംഭവം പശ്ചിമ ബംഗാളിലാണ്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ ഒരു ആക്രമണം ഈ യുവാവിന് നേരെ നടത്തിയത് ചൊവ്വാഴ്ചയാണ്. അതായത് ജൂൺ മാസം 9-ാം തീയതിയാണ് ഈ ആക്രമണം നടന്നതെങ്കിലും ഇന്നലെയാണ്, അതായത് ജൂൺ മാസം 14-ാം തീയതി വൈകിട്ടോടുകൂടിയാണ് കേരള പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കുന്നത്. ഈ യുവാവിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അദ്ദേഹം എവിടുത്തുകാരനാണ്, അദ്ദേഹത്തിൻ്റെ വിലാസം എന്താണ്, പേരെന്താണ് തുടങ്ങിയിട്ടുള്ള വ്യക്തിഗത വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ കേരള പോലീസ് പശ്ചിമ ബംഗാൾ പോലീസുമായി ബന്ധപ്പെടുന്നുണ്ട്. തിരിച്ചും അത്തരത്തിലുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ ബരീപൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇനി എന്താണ് ഈ ആൾക്കൂട്ട കൊലപാതകത്തിന് കാരണമായത്, എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ പറയുന്ന യുവാവ്, അദ്ദേഹത്തിന് 30 വയസ്സുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള വിവരം. ചില റിപ്പോർട്ടുകളിൽ അദ്ദേഹത്തിന് 27 വയസ്സുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് അദ്ദേഹത്തിന് 30 വയസ്സുണ്ട് എന്ന് മാത്രമാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. അതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ നാടോ വീടോ സ്ഥലമോ ഒന്നും തന്നെ പോലീസിന് അറിയില്ല, വിലാസവും അറിയില്ല. അത് ഒരുപക്ഷെ വരും മണിക്കൂറിൽ ലഭിക്കും എന്ന് തന്നെയാണ് കേരള പോലീസിന്റെ വിശ്വാസം. ഈ ആൾക്കൂട്ട കൊലപാതകത്തിന് ഇടയാകാനുള്ള കാരണം ഈ യുവാവ് കേരളത്തിൽ നിന്ന് ബംഗാളിലുള്ള സുഹൃത്തുക്കളുമായി ബംഗാളിലേക്ക് പോയി, പശ്ചിമ ബംഗാളിലേക്ക് പോയി. അവിടെ പുൽത്താലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയത്. സൗത്ത് പർജാന ജില്ലയിലാണ് ഈ സ്ഥലമുള്ളത്. അവിടെ ഇദ്ദേഹം താമസിക്കുന്നു, കൂട്ടുകാരൊത്ത് താമസിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങുന്നു. ഒപ്പം അടുത്തുള്ള മാർക്കറ്റിൽ പോന്നു. ആ മാർക്കറ്റിന്റെ പേര് സംഗി ജഗാൻ എന്ന് പറയുന്ന ഒരു മാർക്കറ്റാണ്. അവിടെ മാർക്കറ്റിൽ പോയി സ്വാഭാവികമായും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടുത്തെ ഈ കച്ചവടക്കാരും അവിടെ സാധനങ്ങൾ വാങ്ങാൻ വന്നവരും വളരെ സംശയത്തോടു കൂടി ഈ യുവാവിനെ നോക്കുന്നു. കാരണം അദ്ദേഹം അവിടെ പരിചയമുള്ള ഒരാളെയല്ല. ആ ഒരു അപരിചിതൻ രാവിലെ ഈ പറയുന്ന ആൾക്കൂട്ടമുള്ള ഒരു ചന്തയിൽ പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അയാളെ സംശയിക്കുന്നു. നമ്മളായാലും അങ്ങനെ തന്നെ, നമ്മുടെ നാട്ടിൻ പുറത്ത് പരിചയമില്ലാത്ത ഒരാൾ വന്നു നിന്നാൽ നമുക്കും സംശയമുണ്ടാകും. കേരളത്തിലും ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായിട്ടുണ്ട്. മധുവിന്റെ കാര്യം നമുക്ക് നമ്മുടെ സ്മരണയിൽ ഇപ്പോൾ ഉണ്ടാവും. ഏതായാലും സ്വാഭാവികമായത് ഇവിടെ ചെന്നാലും ഒരു അപരിചിതനെ അപരിചിതത്തോടു കൂടി നോക്കുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു അപരിചിതൻ നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ തന്നെ അയാളെ അപരിചിതനായി നോക്കുന്നു. എവിടെ നിന്ന് വരുന്നതാണെന്ന് അയാൾ ഒരുപക്ഷെ അവിടെ ചോദിച്ചെന്നിരിക്കും, അല്ല എങ്കിൽ അയാളെ കണ്ടുവിട്ടെന്നിരിക്കും. ഇങ്ങനെയൊക്കെയാണ് പല രീതിയിലാണ് മനുഷ്യൻ പ്രതികരിക്കുക. പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിന് സംഭവിച്ചത്, അവിടെ മാർക്കറ്റിൽ ചെന്നു. സ്വാഭാവികമായിട്ടും അയാളൊരു അപരിചിതനാണ് എന്ന് അവിടുത്തെ ആൾക്കൂട്ടത്തിന് മനസ്സിലായി. തുടർന്ന് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, എന്താണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, എന്തുകൊണ്ടാണ് ഇവിടെ എത്തിയത്, ആരാണ്, പേരെന്താണ് എന്നൊക്കെ ചോദിച്ചെങ്കിലും ഈ മലയാളി യുവാവിന് ബംഗാളി ഭാഷ ഒരു വിധത്തിലും തിരിയുന്ന ആളല്ല. അദ്ദേഹത്തിന് ബംഗാളി ഭാഷ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഈ ആൾക്കൂട്ടത്തിന്റെ ചോദ്യം ചെയ്യൽ ഇദ്ദേഹം പതറിപ്പോയി. ആൾക്കൂട്ടം പറയുന്നത് ഇയാൾ കള്ളനാണ് എന്നാണ് ആദ്യം ആരോപിച്ചത്. അങ്ങനെ കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ദേഹപരിശോധന നടത്തി. പിന്നീട് ഒന്നും കിട്ടാതായപ്പോഴേക്കും ഇയാളുടെ കൈകാലുകൾ കയറുകൊണ്ട് കെട്ടിയതിനു ശേഷം മർദ്ദനം ആരംഭിച്ചു. അങ്ങനെ രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഇദ്ദേഹം ആ സ്ഥലത്തുള്ള, ആ മാർക്കറ്റിന് സമീപത്തുള്ള ഒരു ഗർഭിണിയെ ശല്യം ചെയ്തു എന്നാണ് രണ്ടാമത് ഈ ഗ്രാമവാസികൾ ആരോപിച്ച രണ്ടാമത്തെ ഒരു കുറ്റം. ആദ്യം ആരോപിച്ചത് അദ്ദേഹം കള്ളനാണ്. രണ്ടാമത് ആ കള്ളനെ തെളിയിക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു ഗർഭിണിയെ ഇദ്ദേഹം ശല്യം ചെയ്തു എന്നുള്ള ആരോപണം എടുത്തിട്ടു. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെറിയ തോതിൽ മർദ്ദനം തുടങ്ങി. ആദ്യം നേരത്തെ പറഞ്ഞ പോലെ കൈയും കാലും അദ്ദേഹത്തെ കെട്ടിയിട്ട് അദ്ദേഹത്തിന് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതെ നടക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ആക്കി തീർത്തു. അതിനുശേഷം പിന്നീട് ആക്രമണം ആരംഭിച്ചു. അതിൽ നമുക്കറിയാമല്ലോ, ആൾക്കൂട്ടത്തിന്റെ ആക്രമണം ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഈ കൂടി നിൽക്കുന്നവരൊക്കെ തന്നെ കാരണം പോലും ചോദിക്കാതെ ആക്രമിക്കും. അങ്ങനെയുള്ള ഒരു അതിക്രൂരമായ ആക്രമണത്തിനാണ് ഈ യുവാവ് വിധേയനായത്. ആ ആക്രമണം സഹിക്കവയ്യാതെ അദ്ദേഹം റോഡിൽ കിടന്നപ്പോഴാണ് ഈ ആൾക്കൂട്ടത്തിന് ഇതിൻ്റെ ഗൗരവ അവസ്ഥ മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹം മരണത്തോട് മല്ലിടുകയായിരുന്നു. അത്രമാത്രം ഭീകരമായി
ഈ ആൾക്കൂട്ടം ഇദ്ദേഹത്തെ മർദ്ദിച്ചു. ഒടുവിൽ തൊട്ടടുത്തുള്ള കുൽത്താലി റൂറൽ എന്ന് പറയുന്ന ഒരു ആശുപത്രിയുണ്ട്. കുൽത്താലി റൂറൽ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയി. അതിനുശേഷമാണ് ഈ പോലീസ് ഈ സംഭവമൊക്കെ അറിഞ്ഞ് സ്ഥലത്തെത്തുന്നത്. അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് അവിടെ എത്തിച്ചതെന്ന് പുതിയ വാർത്തകൾ വരുന്നുണ്ട്. അതായത് അദ്ദേഹം അവിടെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പിന്നീട് ഈ കൊണ്ടുപോയത് മൃതദേഹമാണെന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല. അതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് തീരുമാനിക്കാൻ കഴിയുള്ളൂ. എന്ത് തന്നെയായാലും പോലീസ് ഈ സംഭവ സ്ഥലത്ത് വന്നു. യുവാവിനെ ആക്രമിച്ച ഈ ആൾക്കൂട്ടത്തിൽപ്പെട്ടവരെ ചോദ്യം ചെയ്തു. അതിലെ പ്രാഥമികമായി ഇദ്ദേഹത്തെ ആക്രമിച്ച, അതായത് ഡയറക്റ്റ് ഇദ്ദേഹത്തെ ആദ്യം ആക്രമിച്ച 7 പേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഈ 7 പേരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 5 പേർ മാത്രമേ പ്രായപൂർത്തിയായവരുള്ളൂ. 2 പേർ കുട്ടികളാണ്. അതായത് 18 വയസ്സിൽ താഴെയുള്ളവരാണ് 2 പേർ. അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തിട്ട് ഈ 7 പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും ഈ 5 പേരുടെ പേരുവിവരങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റ് 2 പേരുടെ കാര്യം ജുവനൈൽ ജസ്റ്റിസിന്റെ നിയമം നമുക്കറിയാമല്ലോ, അവരുടെ സ്വകാര്യത സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ വിശദാംശങ്ങൾ പോലീസ് പറയുന്നില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കൊല്ലപ്പെട്ടയാൾ ആരാണ് എന്നുള്ളതാണ് കേരള പോലീസിൻ്റെയും അതുപോലെ ഈ പശ്ചിമ ബംഗാൾ പോലീസിൻ്റെയും മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പോലീസിൻ്റെ നമ്മുടെ പോലീസിൻ്റെയും അതേപോലെ തന്നെ പശ്ചിമ ബംഗാൾ പോലീസിൻ്റെയും പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ള ചുമതല. എന്തായാലും ബരീപ്പൂർ പോലീസ് നമ്മുടെ പോലീസുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണത്തിനാണ് നമ്മുടെ പോലീസ് സംവിധാനം അറിയാമല്ലോ, വളരെ വേഗം തന്നെ ഒരു കാണാതായ ഒരു മാൻ മിസ്സിംഗ് കേസാണെങ്കിൽ അങ്ങനെ അത് കണ്ടുപിടിക്കാൻ കഴിയും. ഇദ്ദേഹം ബംഗാളി സുഹൃത്തുക്കളുമായിട്ടാണ് പോയത്. ഈ ബംഗാളികൾ എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉള്ളവരാണ്. അതുകൊണ്ട് ഈ അവരെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്തെ ബംഗാളികളുമായിട്ട് ചേർന്നാണ് ഇദ്ദേഹം പശ്ചിമ ബംഗാളിലേക്ക് പോയത് എന്നുള്ളത് കാര്യം പോലീസിന് മുന്നിൽ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ നിരവധി അന്വേഷണ സാധ്യതകളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇത് വളരെ ഗൗരവപൂർവ്വം എടുത്തിരിക്കുന്നു. ഒരു മലയാളിയെ അന്യ സംസ്ഥാനത്ത് വെച്ച് തല്ലിക്കൊല്ലുക, ഒരാൾക്കൂട്ടം തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത് അതീവ ഗൗരവത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാരും അതേപോലെ സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവരും കൈക്കൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറിനകം തന്നെ ഇതാരാണ് ഈ കൊല്ലപ്പെട്ട യുവാവ്, ഈ പറയുന്ന അവിടുത്തെ ഗ്രാമവാസികളായിട്ടുള്ള ആൾക്കാർ പറയുന്ന ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അതായത് അദ്ദേഹം കള്ളനാണെന്ന് ആദ്യം ആരോപിച്ചു, പിന്നീട് ഗർഭിണിയെ ശല്യം ചെയ്തു എന്ന് ആരോപിച്ചു. ഈ 2 ആരോപണങ്ങൾ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം ആൾക്കൂട്ട ആക്രമണങ്ങളിൽ വ്യാജ ആരോപണങ്ങളാണ്, സംശയത്തിന്റെ പുറത്തുള്ള ആരോപണങ്ങളാണ് പലപ്പോഴും ഈ കള്ളൻ എന്ന് പറയുന്ന രീതിയിലാണ് ഈ അപരിചിതരെ മർദ്ദിക്കുന്നത്. അതുകൊണ്ട് ഈ കള്ളൻ എന്ന് പറയുന്നെങ്കിൽ അദ്ദേഹം എന്താണ് മോഷ്ടിച്ചത് എന്നുള്ളത് ആദ്യം വെളിയിൽ വരണം. അങ്ങനെ അദ്ദേഹം എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ, അതല്ല ഗർഭിണിയെ ആക്രമിച്ചുവെങ്കിൽ അല്ലെങ്കിൽ അവരെ ശല്യപ്പെടുത്തിയെങ്കിൽ ഏത് സ്ത്രീയെയാണ് ഇയാൾ ശല്യം ചെയ്തത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള സൂക്ഷ്മമായ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ വ്യക്തത വരുത്തേണ്ട ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരള പോലീസും അതേപോലെ പശ്ചിമ ബംഗാൾ പോലീസും സംയുക്തമായി ഈ ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. മറ്റൊന്ന്, ബംഗാളി പോലീസ് പറയുന്നത് ഇദ്ദേഹത്തെ കൈയും കാലും കെട്ടി മർദ്ദിക്കുന്നതിന് മുൻപായി തന്നെ ഇദ്ദേഹത്തിന് ദേഹപരിശോധന നടത്തി. മാത്രമല്ല തിരിച്ചറിയൽ കാർഡ് ചോദിച്ചു. ഐഡന്റിറ്റി കാർഡ് എന്തെങ്കിലും ഉണ്ടോ, ആധാർ കാർഡ് തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാസ്പോർട്ടോ അതുപോലുള്ള കാര്യങ്ങൾ തിരിച്ചറിയൽ കാർഡ് ചോദിച്ചു. എന്തെങ്കിലും തിരിച്ചറിയലുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ ഈ ആൾക്കൂട്ടം ഇദ്ദേഹത്തെ തടഞ്ഞു വെച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ബംഗാളി ഭാഷ വശമല്ലാത്തത് കൊണ്ട് എന്താണ് ഈ ചോദിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടം കൂടുതൽ പ്രകോപിതരാകുകയാണ്, ചോദിക്കുന്നതിന് മറുപടി കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ ആൾക്കൂട്ടം കൂടുതൽ പ്രകോപിതരായി അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൈകാലുകൾ ബന്ധിക്കുകയും ചെയ്തത്. കയറുകൊണ്ട് കൈകാലുകൾ വരിഞ്ഞു മുറുക്കിയിട്ടാണ് പിന്നീട് ഈ ആൾക്കൂട്ടത്തിൻ്റെ മർദ്ദനം തുടർന്നത്. അദ്ദേഹത്തിന് തിരിച്ചറിയൽ കാർഡ് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം രാവിലെ സ്ഥലം കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. ആ കൂട്ടത്തിലാണ് ഈ മാർക്കറ്റിലേക്ക് അദ്ദേഹം എത്തപ്പെടുന്നത്. അത് വഴിതെറ്റി വന്നതാണ്. തിരിച്ചു പോകാനും ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയാനുള്ള സാധ്യത കുറവാണ്. അയാൾ അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വഴിയെങ്കിലും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമായിരുന്നു, ആംഗ്യം കൊണ്ടെങ്കിലും. ആ സ്ഥിതി പോലും പറ്റാത്ത വിധത്തിൽ അദ്ദേഹത്തെ ആൾക്കൂട്ടം ബന്ദിയാക്കി വെക്കുകയായിരുന്നു. അങ്ങനെ ബന്ദിയാക്കി വെച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇത്ര മൃഗീയമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. നമ്മളെ സംബന്ധിച്ച് അറിയേണ്ടത് ഇദ്ദേഹം ആരാണ്, എവിടെയുള്ള ആളാണ്, അദ്ദേഹം എന്തിനു വേണ്ടി പശ്ചിമ ബംഗാളിൽ പോയി, ഈ ആരോപണങ്ങൾ ശരിയാണോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.